ആചാരാനുഷ്ഠാനങ്ങളിൽ ലിംഗവിവേചനം ഭാഗികമായി അവസാനിപ്പിച്ച് യാക്കോബായ സഭ. മാമോദീസ ശുശ്രൂഷയിലെ ലിംഗവിവേചനമാണ് അവസാനിപ്പിക്കുന്നത്. 12 വയസ്സ് മുതലുള്ളവർ കുംഭസാരം നിർബന്ധമായി നടത്തണമെന്നും സുനഹദോസ് തീരുമാനിച്ചു. പെരുന്നാളുകൾക്ക് കൈ നിറച്ച കരിമരുന്ന് പ്രയോഗം പാടില്ല എന്നും സുനഹദോസ് തീരുമാനിച്ചിട്ടുണ്ട്. അനിൽ ജോർജ് വിവരങ്ങളുമായി ചേർന്നു. അനിൽ, എങ്ങനെയാണ് തീരുമാനങ്ങൾ? സേതു, കേരളത്തിലെ യാക്കോബായ സുറിയാനി സഭയുടെ തലവനായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് മാർ ജോസഫ് കാതോലിക്ക ബാബ പുറത്തിറക്കിയ സർക്കുലറിലാണ് സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കാലഘട്ടത്തിനുള്ള അനുസരിച്ചുള്ള മാറ്റം വരുത്തിയതായുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത് ഒരു ആൾ സഭയിൽ അംഗമാകുന്ന പ്രവേശക കൂദാശയായ ക്രൈസ്തവ സഭകളുടെ പ്രവേശക കൂദാശയായ മാമോദീസയിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നു എന്നതാണ്. ഇത്രയും നാൾ പെൺകുട്ടികളാണ് മാമോദീസ മുങ്ങുന്നതെങ്കിൽ മാമോദിസയുടെ ആദ്യ കർമ്മം കഴിഞ്ഞ് മാമോദിസ തൊട്ടിൽ മാമോദിസ മുക്കിയതിനു ശേഷം ഈ പെൺകുട്ടികളായിരുന്നെങ്കിൽ അവരെ മാമോദിസ തൊട്ടിയിൽ മാമോദിസ മുക്കില്ല, ഇപ്പുറത്ത് ബേസിനിലാണ് മാമോദിസ മുക്കുക. അതിനുശേഷം ആൺകുട്ടിയാണെങ്കിൽ വൈദികൻ മാമോദിസ മുക്കിയതിനു ശേഷം അൾത്താരയിലെ ബലിപീഠമായ ത്രോണോസിലേക്ക് കൊണ്ടുപോയി അതിന്റെ 2 സൈഡുകളിലും കുട്ടിയുടെ തല മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ അൾത്താരയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ പൊതു മാമോദീസ ദിനമായ ദനഹ തിരുനാളിന് ശേഷമുള്ള ദിവസം മാമോദീസ തൊട്ടിയിൽ സൈത്ത് നിറച്ച ആ മാമോദീസ തൊട്ടിയിൽ പെൺകുട്ടി മാമോദീസ മുങ്ങിയാൽ അത് മുഴുവൻ ഒഴുക്കിക്കളയുകയും ആൺകുട്ടിയെ മുക്കണമെങ്കിൽ വീണ്ടും പുതിയത് നിറയ്ക്കുകയും ചെയ്യും. എന്നാൽ ആൺകുട്ടി മുങ്ങിയ വെള്ളത്തിൽ പെൺകുട്ടി വീണ്ടും മുങ്ങുന്നതിൽ കുഴപ്പമില്ല എന്നതായിരുന്നു സഭയുടെ നിലപാട്. ഇത്തരം കാര്യങ്ങളെല്ലാം യാക്കോബായ സഭ ഇപ്പോൾ അവസാനിപ്പിച്ചതായി മെത്രാപ്പൊലിത്തയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ 12 വയസ്സ് മുതൽ യാക്കോബായ സഭാ വിശ്വാസികൾ നിർബന്ധമായും കുമ്പസാരിക്കണമെന്ന തീരുമാനവും തിരുനാളുകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് കതിനായിൽ വെടിമരുന്ന് നിറച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുകയും പെരുന്നാളുകളോടനുബന്ധിച്ച പള്ളിയിലോ പള്ളിപ്പരിസരത്തോ മറ്റ് കലാപരിപാടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിയമവും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കാലഘട്ടങ്ങളായി യാക്കോബായ സഭ പിന്തുടർന്നു വന്ന ലിംഗവിവേചനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.